നിർഭയത്വത്തിന്റെ വാതിൽ തുറന്നു. അതിജീവിതകൾക്ക് പുതുജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ പകരുന്ന പീസ് വാലിയുടെ നിർഭയ സെന്റർ ഫോർ വുമൻ ഇൻ ഡിസ്ട്രസ് പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി നാടിന് സമർപ്പിച്ചു. വ്യത്യസ്ത കാരണങ്ങളാൽ തെരുവിലായിപ്പോയ സ്ത്രീകൾ, ശാരീരിക മാനസിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ, ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ തുടങ്ങി അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന പദ്ധതിയാണ് നിർഭയ സെന്റർ ഫോർ വുമൻ ഇൻ ഡിസ്ട്രസ്. 10 വാർഡുകളിലായി 150 പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത്. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ വനിതാ ശിശുവികസന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തലമുറകളിലേക്ക് നീളുന്ന നന്മയാണ് പീസ് വാലിയെന്നും ലോകോത്തര നിലവാരത്തിലുള്ള ഗവേഷണ കേന്ദ്രമായി മാറാനുള്ള സംവിധാനങ്ങൾ പീസ് വാലിക്കുണ്ടെന്നും നിർഭയ സെന്റർ ഫോർ വുമൻ ഇൻ ഡിസ്ട്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി പറഞ്ഞു. ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ നല്ല നിലയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന അതേ വൃത്തിയിലും ഭംഗിയിലും ശുചിത്വത്തിലുമൊക്കെ വളരെ മികച്ച നിലവാരം നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു റിസർച്ച് സെന്റർ, നമ്മൾ ഒരു റിസർച്ച് സെന്റർ ആവാനുള്ള വളരെയധികം സാധ്യതകളുള്ള ഒരു സ്ഥാപനമായി ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം 1000-ഓളം ഭിന്നശേഷിക്കാർ, വിവിധ ഭിന്നശേഷിക്കാരുള്ള ഈ സ്ഥാപനത്തിൽ ഒരു നല്ല ലോകോത്തര നിലവാരമുള്ള ഒരു റിസർച്ച് സെന്റർ തുടങ്ങാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശിച്ചു പോവുകയാണ്. പീസ് വാലി ഉപാധ്യക്ഷൻ സമീർ പൂക്കുഴി തന്റെ പിതാമഹൻ മർഹൂം പൂക്കുഴി മൊയ്തീൻ സാഹിബിന്റെ സ്മരണാർത്ഥം പീസ് വാലിക്ക് സമ്മാനിച്ചതാണ് നിർഭയ. സമീർ പൂക്കുഴി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പീസ് വാലി ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കാസിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ ആമുഖ പ്രസംഗം നിർവഹിച്ചു. ആന്റണി ജോൺ MLA, നൂർ മുഹമ്മദ് സെയ്ദ്, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, PM മീനാൻ, സാബിദ് ഉമർ, റസിയ ചാലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.